ശബരിമലയിൽ വരുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പണമാണെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. അവിടെയൊക്കെ കാലേ കൂട്ടി എല്ലാ കാലത്തും എങ്ങനെയാണ് സീസൺ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കും. ഇവിടെ എന്താ ഇവർ ചെയ്തത്? ഇവർ പൊളിറ്റിക്കൽ അപ്രോച്ചിൻ്റെ ഭാഗമായി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു സമുദായ ധ്രുവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകര രാഷ്ട്രീയത്തിൻ്റെ വിത്തുപാകിയാൽ ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടും എന്നതാണ് അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ അവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ ആയിരുന്നില്ല. വൃശ്ചിക മാസം എത്തുന്നതിന് മുമ്പ് എന്താ പമ്പയിൽ നടന്നിരുന്നത്? പമ്പയിൽ വളരെ കൃത്യമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച്, വകുപ്പ് മേധാവികളെ വിളിച്ച് അവിടുത്തെ പോരായ്മകൾ പരിഹരിച്ച് അത് വിലയിരുത്തി അവിടെ കൃത്യമായി കാര്യങ്ങൾ എന്നും ഏത് സർക്കാരിരുന്നാലും, അതിപ്പോൾ ഇടത് വലത് സർക്കാർ ഏതിരുന്നാലും അത് ചെയ്തു വന്നിരുന്നു. പക്ഷേ ഇക്കുറി അതുണ്ടായില്ല. കാരണം ഇക്കുറി രാഷ്ട്രീയ മാമാങ്കത്തിന് പോയി, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിന് പോയി, അയ്യപ്പ ഭക്തന്മാരുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയ സമ്മേളനവും രാഷ്ട്രീയ പ്രചരണവും നടത്താൻ പോയപ്പോൾ അവിടെ വരുന്ന ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് മറന്നു, ദേവസ്വം ബോർഡ് മറന്നു. അതാണ് യാഥാർത്ഥ്യം. വളരെ സങ്കടകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് പാർട്ടി നിയമിച്ച ആളല്ലല്ലോ ദേവസ്വം പ്രസിഡന്റ്, ആണോ? ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി നിയമിച്ച ആളാണോ? അല്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഭയാനകം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇതൊരിക്കലും വലിയ ദുരന്തത്തിന് ഇട നൽകുന്ന കാര്യമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഹൈക്കോടതി നിയമിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണല്ലോ. മുന്നൊരുക്കങ്ങൾ ഒരു 6 മാസം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ നടക്കേണ്ട ഒരു റിവ്യൂ അത് നടന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നടക്കാത്തതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? അല്ല, ഞാൻ പറയട്ടെ, മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് ഇത് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നതോ ഒരു സുനാമി വരുന്ന പോലെ വരുന്ന കാര്യമല്ലല്ലോ ശബരിമല സീസൺ എന്ന് പറയുന്നത്. ശബരിമല സീസൺ എന്ന് പറയുന്നത് കാലങ്ങളായി അനുവർത്തിച്ച് വരുന്ന നടന്നു വരുന്ന പ്രോഗ്രാംസ് അവിടെ ഉണ്ട്. ആ പ്രോഗ്രാംസിന് കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടല്ലോ. ആ ടൈം ടേബിൾ അനുസരിച്ച് കാര്യം നടന്നാൽ മതി. പുതിയ പാക്കേജും പുതിയ പരിഷ്കാരവും ലോകത്തുള്ള മുഴുവൻ ഭക്തരെയും ക്ഷണിച്ചു വന്നാൽ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ അവർക്ക് വരാനുള്ള സ്ഥലമില്ലെന്ന് ആർക്കും അറിയാത്തത്. അപ്പോൾ വരേണ്ടവർ വരും. എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര അപകടമാണെങ്കിലും, എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും, പട്ടിണി നിൽക്കേണ്ടി വന്നാലും, പട്ടിണി കിടക്കേണ്ടി വന്നാലും വീട്ടിൽ നിന്ന് മാറി കേരളത്തിലേക്കാൾ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി അറിയാമോ? അയ്യപ്പനായി മാലയിട്ട് കറുപ്പണിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഭക്തന്മാർ ഒരിക്കലും സ്വാമിയായി കഴിഞ്ഞാൽ വീട്ടിൽ പോലും പോവില്ല മറ്റു സംസ്ഥാനങ്ങളിൽ. ഇവിടെയൊക്കെയാണ് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ആഹാരം കഴിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനല്ല. ആ പോകുന്ന സംഘം ഒന്നിച്ച് ഒരിടത്ത് താമസിച്ച് സ്വയം പാചകം ചെയ്ത് അവിടെ കഴിച്ച് വരുന്നവരാണ്. അവരെന്ത് ബുദ്ധിമുട്ടും സഹിക്കും. ആ ബുദ്ധിമുട്ടൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ കൃത്യമായി നടന്നു വരുന്ന ഒരു ടൈം ടേബിൾ ഉണ്ട് അജിംസെ. ആ ടൈം ടേബിൾ പാലിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ഇവരതിൽ ശ്രദ്ധിച്ചില്ല. 6 മാസം മുന്നേ മുന്നൊരുക്കത്തിന് ചർച്ച നടന്നോ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നടന്ന ക്രമീകരണങ്ങളുണ്ടോ? ഇതൊക്കെ ചോദ്യന്യായമാണ്. തുടങ്ങിയിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ പ്രയോറിറ്റി മാറി. അവരുടെ പ്രയോറിറ്റി മാറിയിട്ട് ഇപ്പോൾ രാഷ്ട്രീയവും വരാനിരിക്കുന്ന 6 മാസത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും മാത്രം അജണ്ടയായി മാറിയപ്പോൾ ഭക്തരെ മറന്നു, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മറന്നു. സമ്പൂർണ്ണമായി ഭക്തസമൂഹത്തോട് നീതി നിഷേധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒറ്റ വരി അജിംസെ, എനിക്ക് വലിയ സങ്കടം തോന്നി. മനസ്സിൽ വലിയ വിഷമം തോന്നി. കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന, 18ാം പടി ചവിട്ടാതെ മടങ്ങേണ്ടി വരുന്ന ആളുകളുടെ സങ്കടം മാധ്യമങ്ങളിലൂടെ നാം കാണുന്നില്ലേ? എത്രയോ നോവാണ് അവർക്ക്. ഒരു വർഷത്തിൽ അവരുടെ സമ്പാദ്യവും അവരുടെ സ്വപ്നങ്ങളും ആയി വ്രതം നോറ്റ് വരുന്ന ആളുകൾ ഒരിറ്റ് വെള്ളം കിട്ടാതെ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ കഴിയാതെ 18ാം പടി ചവിട്ടാതെ മടങ്ങേണ്ടി വരുന്ന ദുരന്തം എന്ന് പറയുന്നത് അതിന് ഉത്തരവാദി ഗവൺമെൻറ്റാണ്, ദേവസ്വം ബോർഡാണ്.